തളിപ്പറമ്പിൽ പി കെ ശ്യാമളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിട്ടു. ശ്യാമളയ്ക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ പ്രഖ്യാപിച്ചു. MLA ഫണ്ട് വിനിയോഗത്തിൽ അടക്കം MV ഗോവിന്ദനെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതേസമയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഗോവിന്ദൻ പച്ചക്കള്ളം പറയുകയാണെന്ന് MV ജയരാജൻ പറഞ്ഞു. CPM-ൽ ഇതുവരെയില്ലാത്ത ശൈലി നേതൃത്വം തളിപ്പറമ്പിൽ സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയുമായുള്ള വർഷങ്ങൾ നീണ്ട ബന്ധം TK ഗോവിന്ദൻ ഉപേക്ഷിച്ചത്. ഭർത്താവിന് ശേഷം ഭാര്യ എന്ന രീതി നീതികേടാണ്, അതിന് വഴങ്ങി നിൽക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കരുത്തനായ പിണറായി ഈ നീതികേടിനെതിരെ കൂട്ടുനിന്നുവെന്ന് ചോദിച്ച ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരത്തിനിറങ്ങിയാൽ UDF പിന്തുണ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDF-ന്റെ പിന്തുണയും ഞാൻ സ്വീകരിക്കും. വേറെ ഏതെങ്കിലും ആളുകൾ പിന്തുണക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഏതെങ്കിലും ഗ്രൂപ്പോ വിഭാഗമോ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. വർഗീയ ശക്തികളുടെ പിന്തുണ ഞാൻ സ്വീകരിക്കില്ല. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനു പുറമെ MV ഗോവിന്ദന്റെ MLA എന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലിക്കെതിരെയും TK ഗോവിന്ദൻ വിമർശനം ഉന്നയിച്ചു. ഫണ്ട് വിനിയോഗം തന്നിഷ്ടപ്രകാരം ചെയ്യുന്ന ശൈലിയാണ് MV ഗോവിന്ദന്റേതെന്ന് അദ്ദേഹം ആരോപിച്ചു. കങ്കയമായിട്ട് നടത്തുന്നുണ്ട്, എന്താ പറയുക, ഹാപ്പിനെസ് അയാൾക്കിഷ്ടമുള്ള അവർക്കിഷ്ടമുള്ള കുറേ ആളുകൾ ചേർത്ത് കോടിക്കണക്കിന് ഉറുപ്പികയുടെ ചെലവ് ചെയ്തിട്ടുള്ള ഹാപ്പിനെസ് നടന്നു. അതിൽ സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു, ഗവൺമെന്റ് ഗ്രാന്റ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. ഇതൊക്കെ കേൾക്കലാണ്. ഇതൊന്നും എവിടെയും ഒരു കണക്കും അറിയുന്ന അവസ്ഥയുണ്ടായിട്ടില്ല. വർഗവഞ്ചന കാട്ടിയ TK ഗോവിന്ദന് മത്സരിക്കണമെന്നത് മാത്രമാണ് പ്രശ്നമെന്ന് MV ജയരാജൻ തിരിച്ചടിച്ചു. വർഗവഞ്ചകരെ ഒറ്റപ്പെടുത്തും, രാഷ്ട്രീയ വഞ്ചന കാട്ടിയവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടും. മത്സര രംഗത്തേക്ക് വരുന്നതിന് വേണ്ടി TK ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന പല വാദങ്ങളുമാണത്. പാർട്ടി വിട്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച TK ഗോവിന്ദനെതിരെ സ്വന്തം നാടായ മലപ്പട്ടത്ത് CPM പ്രവർത്തകർ വൈകിട്ട് പ്രകടനം നടത്തി. മീഡിയ 1 കണ്ണൂർ.